വെൽക്കം, തഹ്മാനാണ്. ആന്റി ക്യാൻസർ ഡ്രഗ്സ് വീഡിയോ സീരീസിൽ നമ്മൾ ഈ വീഡിയോ മൈക്രോട്യൂബ്യൂൾ ഡാമേജിംഗ് ഡ്രഗ്സ്, മൈക്രോട്യൂബ്യൂൾ ഇൻഹിബിറ്റേഴ്സ് എന്ന് വിളിക്കാം, മൈറ്റോട്ടിക് സ്പിൻഡിൽ ഇൻഹിബിറ്റേഴ്സ് ഓർ മൈറ്റോട്ടിക് ഇൻഹിബിറ്റേഴ്സ് എന്നൊക്കെ നമ്മൾ പറയുന്ന വിഭാഗ മരുന്നുകളെ കുറിച്ചിട്ടാണ്. സോ ആന്റി ക്യാൻസർ മരുന്നുകളുടെ ഏറ്റവും ബെസ്റ്റ് ടാർഗറ്റ് ആണ് ഈ മരുന്നുകൾ ആക്ട് ചെയ്യുന്ന ടാർഗറ്റ്. സോ ഒരു സെൽ രണ്ടാവുന്ന മൈറ്റോസിസ് ആണ് തടയുക. സോ പ്രധാനപ്പെട്ട മരുന്നുകൾ ഇപ്പോൾ വിൻക്രിസ്റ്റിൻ പോലെയുള്ള മരുന്നുകൾ ഉൾപ്പെടുന്ന വിൻക ആൽക്കലോയിഡ്സ്, പാക്ലിറ്റാക്സെൽ പോലെയുള്ള ടാക്സൈൻസ്, ദെൻ മറ്റ് മരുന്നുകൾ ഇക്സാബെപിലോൺ, എറിബുലിൻ, എസ്ട്രാമസ്റ്റിൻ പോലുള്ള മറ്റു മരുന്നുകൾ. വിൻക്രിസ്റ്റിൻ ആ ഗ്രൂപ്പിൽ തന്നെ വരുന്ന വിൻകാൽക്കലോയിഡ്സിൽ വരുന്നതാണ്. വിൻബ്ലാസ്റ്റിൻ ഉണ്ട്, വിനോൾറൽബിൻ ഉണ്ട്, ഡോസിറ്റാക്സൽ, കപ്പാസിറ്റാക്സൽ. സോ ഈ ഗ്രൂപ്പ് മരുന്നുകളെ കുറിച്ചിട്ടാണ് നമ്മൾ ഇതിന്റെയൊക്കെ പ്രവർത്തന രീതി, യൂസേഴ്സ്, അഡ്വേഴ്സ് എഫക്ട്, സോ ഇതെല്ലാമാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയാം. നമുക്ക് ആദ്യം ഇതിന്റെ പ്രവർത്തന രീതി മനസ്സിലാക്കാൻ നമുക്ക് ആദ്യം എന്താണ് ഈ മൈക്രോട്യൂബ്യൂൾസ് എന്ന് ഒന്ന് നോക്കണം. സോ മൈക്രോട്യൂബ്യൂൾസ് നമ്മുടെ സെല്ലിനകത്ത്, ഇതൊരു സെല്ലാണെങ്കിൽ, ഇത് ന്യൂക്ലിയസ് സെല്ലിനകത്ത് ഇതൊരു മൈക്രോട്യൂബ്യൂൾ ആണെങ്കിൽ ഇത് ഒരു സ്ട്രക്ചറൽ പ്രോട്ടീൻ ആണ്. ഇഷ്ടംപോലെ ഇങ്ങനെ മൈക്രോട്യൂബ്യൂൾസ് ഉണ്ടായിരിക്കും. അതിന്റെ ഒരു പ്രധാനപ്പെട്ട ഫംഗ്ഷൻ സെല്ലിന്റെ ഒരു വശത്ത് നിന്ന് ഇവിടെ നിന്ന് ഈ വശത്തേക്ക് സംഭവങ്ങൾ എങ്ങനെ ട്രാൻസ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പൊ ഇതൊരു ന്യൂറോൺ ആണെന്ന് വിചാരിക്കുക. ഇവിടെ സെൽ ബോഡിയിൽ നിന്ന് ന്യൂറോ ട്രാൻസ്മിറ്റർ ആക്സോൺ വഴി അറ്റത്തേക്ക് കൊണ്ടുപോകാം. സോ ഇറ്റ്സ് എ ട്രാൻസ്പോർട്ട് ഫംഗ്ഷൻ ആണ്. വേറൊരെണ്ണം നമ്മൾ ആൻഹെൽമെന്തിക്സിൽ വരകളിൽ ഗ്ലൂക്കോസ് ട്രാൻസ്പോർട്ട് ചെയ്യുന്ന മൈക്രോട്യൂബ്യൂൾ, ആൽബെൻഡസോൾ ഒക്കെ പഠിക്കും നമ്മൾ പറഞ്ഞു. സോ ട്രാൻസ്പോർട്ട്. ഇനി രണ്ടാമത്തെ ഒരു ഫംഗ്ഷൻ സെല്ലിന്റെ ഡിവിഷൻ സമയത്ത് ഈ സെല്ല് രണ്ടാകുക എന്ന് വിചാരിക്കുക. ഈ സെല്ല് രണ്ടാകുമ്പോഴത്തേക്കും മൈക്രോട്യൂബ്യൂൾസ് ആണ് അറ്റത്ത് നിന്ന് ഇവിടെ ഇത് സംഭവം ഉണ്ടെങ്കിൽ ഇങ്ങനെ മൈക്രോട്യൂബ്യൂൾസ് ഈ സെല്ലിന്റെ ക്രോമാറ്റിഡ് ആയിരിക്കുകയാണെങ്കിൽ ഇങ്ങനെ വെച്ചാൽ ഇങ്ങോട്ടേക്കും വലിക്കുന്നത്, രണ്ട് ഭാഗത്തേക്കും വലിച്ച് സെല്ലിനെ രണ്ടാക്കുന്നത് മൈക്രോട്യൂബ്യൂൾസ്. മൈക്രോട്യൂബ്യൂൾസ് അവിടെ നമ്മൾ ഉപയോഗിക്കുന്ന പേരാണ് മൈറ്റോട്ടിക് സ്പിൻഡിൽ എന്നാണ് നമ്മൾ മൈക്രോട്യൂബ്യൂൾസിനെ അവിടെ നമ്മൾ വിളിക്കും. സോ സെൽ ഡിവിഷൻ സമയത്ത് മൈറ്റോട്ടിക് സ്പിൻഡിലാകുന്നത് മെയിൻ മൈക്രോട്യൂബ്യൂൾസ് ആണ്. സെല്ലിന്റെ രണ്ടറ്റത്തു നിന്നും ക്രോമാറ്റിഡ്സിനെ വലിച്ച് രണ്ട് സെല്ലുകളാക്കാൻ. സോ ഇമ്പോർട്ടന്റ് ഫംഗ്ഷൻ ആണ്. സോ മൈറ്റോട്ടിക് സ്പിൻഡിൽസ് ഇല്ലെങ്കിൽ അപ്പോൾ സെൽ ഡിവിഷൻ നടക്കില്ല. ഇനി ഫിസിക്സിൽ നോബൽ സമ്മാനം നേടിയ റോജർ പെൻറോസ് എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റ് ഉണ്ട്. ദെൻ അദ്ദേഹത്തിന്റെ കൂടെയുള്ള സ്റ്റുവർട്ട് ഹാമറോഫ് എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റ്. ഇവർ പറയുന്നത് ഈ ഓർമ്മകൾ സൂക്ഷിക്കുന്നത് ക്വാണ്ടം ഇൻഫർമേഷൻസ് ആയിട്ട് ഈ മൈക്രോട്യൂബ്യൂൾസിനകത്താണ് എന്ന ഒരു ഹൈപ്പോത്തിസിസ് ആണ്. അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. പോട്ടെ, നമുക്കതൊന്നും ഇമ്പോർട്ടന്റ് അല്ല. നമുക്ക് ഈ മൈക്രോട്യൂബ്യൂൾസ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? സോ മൈക്രോട്യൂബ്യൂൾസ് ഉണ്ടാക്കാനായിട്ട് മോണോമറായിട്ട് ട്യൂബുലിൻ എന്ന് പറയുന്ന ഒരു സംഭവം, ട്യൂബുലിൻ എന്ന് പറയുന്ന ഒരു പ്രോട്ടീൻ ആണ്. രണ്ട് തരം ട്യൂബുലിൻ ഉണ്ട്. ഒന്ന് ആൽഫ ട്യൂബുലിൻ ആണ്, ഒന്ന് ബീറ്റ ട്യൂബുലിൻ ആണ്. സോ ഇത് രണ്ടും കൂട്ടിച്ചേർത്ത്, ഇത് ആൽഫയാണെന്ന് വിചാരിക്കുക, ഇത് ബീറ്റ ആണെന്ന് വിചാരിക്കുക, ഇത് രണ്ടും ഇങ്ങനെ ഹെഡ് ടു ഹെഡ് കൂട്ടിച്ചേർത്ത് കഴിഞ്ഞാൽ കിട്ടുന്നതാണ് ഇതിന്റെ അടിസ്ഥാന ഘടകം. സോ ദിസ് എ ഡൈമർ ആണ്. സോ ആൽഫ ട്യൂബുലിനും ബീറ്റ ട്യൂബുലിനും ചേർത്തിട്ടുള്ള ഒരു സംഭവം. ഈ ഡൈമർ ഇപ്പൊ ഇതൊറ്റ രണ്ടും കൂടി ചേർന്ന ഡൈമർ ആണെന്ന് വിചാരിക്കുക. ഇത് ആൽഫ, ബീറ്റ. ഓക്കെ, ഇനി ആൽഫ മാത്രം ഒരെണ്ണം മാത്രം വരയ്ക്കുള്ളൂ. ആൻഡ് ഇത് ഇങ്ങനെ നമ്മൾ താഴേക്ക് കൂട്ടിച്ചേർത്ത് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതാണ് ഒരു ഫിലമെന്റ് രൂപത്തിൽ കിട്ടുന്നതാണ് പ്രോട്ടോഫിലമെന്റ് എന്ന് നമുക്ക് വിളിക്കാം. പ്രോട്ടോഫിലമെന്റ് ഓർ ട്യൂബുലിൻ പ്രോട്ടോഫിലമെന്റ് ആയി. അപ്പൊ ഇത് ഒരു പ്രോട്ടോഫിലമെന്റ് ആണ്. സോ ഇതേപോലെ 13 പ്രോട്ടോഫിലമെന്റ്, അതായത് ഒരു പ്രോട്ടോഫിലമെന്റ് 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13 ഇങ്ങനെ ഇരിക്കുകയാണെന്ന് വിചാരിക്കാം. ഇതൊക്കെ ഇങ്ങനെ അടിയിലുണ്ട് കേട്ടോ. ഇതിവിടെ അടിയിൽ ഇങ്ങനെ വരയ്ക്കാം. ഓക്കെ, ഇതിനും അടിയിൽ ഇങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ സോ നടുവിൽ ഹോളോ ആയിട്ട് ചുറ്റും ഈ പ്രോട്ടോഫിലമെന്റ് ഒരു വാളുള്ള ഒരു സംഭവം കിട്ടും. ഇതാണ് എന്ത്, വാട്ട് ഈസ് ദിസ്? ഇതാണ് നമ്മൾ ഈ പറയുന്ന മൈക്രോട്യൂബ്യൂൾസ് എന്ന് പറയുന്ന സംഭവം. ഇതാണ്. സോ മൈക്രോട്യൂബ്യൂൾസ് ആയി. സോ അപ്പൊ ഇത് ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം? ട്യൂബുലിൻ മോണോമേഴ്സ് ആയിട്ടുള്ള ആൽഫ ട്യൂബുലിനും ബീറ്റ ട്യൂബുലിനും ഒന്ന് ചേർന്ന് ഒരു ഡൈമർ ആകണം. എന്നിട്ട് ഡൈമർ അതൊരു പ്രോട്ടോഫിലമെന്റ് ആകണം. പ്രോട്ടോഫിലമെന്റ് കൂടിച്ചേരണം. നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇതിങ്ങനെ ഉണ്ടായിട്ടിരിക്കുകയല്ല, ഉണ്ടാകുന്നു, അത് നശിക്കുന്നു, ഉണ്ടാകുന്നു, നശിക്കുന്നു എന്നുള്ള പ്രോസസ് ആണ്. ഡൈനാമിക് ഇക്വിലിബ്രിയത്തിൽ ഇങ്ങനെ അങ്ങ് പോവുകയാണ്. അന്ന് മനസ്സിലാക്കി വെക്കാം. ആൻഡ് ഇവിടെ ക്യാൻസറിൽ ഉപയോഗിക്കുന്ന മരുന്നുകൾക്ക് രണ്ട് രീതിയിൽ അപ്പോൾ പ്രവർത്തിക്കാം. ഒന്ന്, ഈ മൈക്രോട്യൂബുൾ ഉണ്ടാകാൻ വേണ്ട ഈ ട്യൂബുലിൻ പോളിമർ ഉണ്ടാകുന്നത് തടയാം. സോ ഇതാണ് ട്യൂബുലിൻ പോളിമറൈസേഷൻ ഇൻഹിബിറ്റേഴ്സ്. സോ പോളിമറൈസേഷൻ ചെയ്യുന്നതാണ് തടയുക. പോളിമറൈസേഷൻ ഇൻഹിബിറ്റേഴ്സ് വിഭാഗം മരുന്നുകൾ, മൈക്രോട്യൂബ്യൂൾ പോളിമറൈസേഷൻ ഇൻഹിബിറ്റേഴ്സ്. ഇതാണ് വിൻക ആൽക്കലോയിഡ്സ് വിഭാഗം മരുന്നുകൾ. സോ ഇത് ചെയ്യുന്നത് ഈ ബീറ്റ ട്യൂബുലിനിൽ പോയി ഒട്ടിച്ചേരും. ഇവിടെ ബീറ്റ ട്യൂബുലിനും പോയിട്ട് ചേർന്ന് കഴിഞ്ഞാൽ ഈ ആൽഫയ്ക്കും ബീറ്റയ്ക്കും വന്ന് ഇങ്ങനെ ഒട്ടിച്ചേരാൻ പറ്റില്ല. സോ ആൽഫയും ബീറ്റയും ഒന്നായിട്ട് ഡൈമർ ആയില്ലെങ്കിൽ പ്രോട്ടോഫിലമെന്റ് ഉണ്ടോ? ഇല്ല, പ്രോട്ടോഫിലമെന്റ് ഇല്ല. സോ മൈക്രോട്യൂബ്യൂൾസ് ഇല്ല. സോ ദീസ് ആർ പോളിമറൈസേഷൻ. ഇത് കൂടി ചേർന്നാണ്. ഇത് ചേർന്ന് പോകണമല്ലോ. അപ്പൊ പോളിമറൈസേഷൻ തടയുകയാണ്. സോ ദീസ് ആർ പോളിമറൈസേഷൻ ഇൻഹിബിറ്റേഴ്സ് ബൈൻഡിങ് അറ്റ് ബീറ്റ ട്യൂബുലിൻ മരുന്നുകൾ. വിൻകാൽക്കലോയിഡ്സ് ആണെന്ന് പറഞ്ഞു, വിൻക്രിസ്റ്റിൻ ഉണ്ട്, വിൻബ്ലാസ്റ്റ്. ഇത് രണ്ടും പ്രകൃതിയിൽ നിന്ന് കിട്ടുന്നതാണ്. കാത്തറാൻ
അക്രാന്തസ് റോസിയസ് ഓർ വിൻക പ്ലാന്റ് എന്ന് പറയും, അല്ലെങ്കിൽ റോസി പെരിവിങ്കിൾ പ്ലാന്റ് എന്നും പറയും ചെടിയാണ് അതിൽ നിന്ന് ലഭിക്കുന്നത്. ആൻഡ് ഇതിന്റെ സിന്തറ്റിക് വെറൈറ്റീസ് ഉണ്ട്, അതാണ് വിനോറെൽബിൻ ആണെന്ന്. വിനോറെൽബിൻ എന്ന് പറയുന്ന സെമി സിന്തറ്റിക് ആണ്, സിന്തറ്റിക് അല്ല. വിൻഡെസിൻ സിന്തറ്റിക് ഉണ്ടാക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ആൻഡ് പിന്നെ ഒരെണ്ണം വിൻഫ്ലൂറിൻ എന്ന് പറയുന്ന മരുന്ന്. സോ ഇതെല്ലാമാണ് വിൻക ആൽക്കലോയിഡ്സ് ഇങ്ങനെ പ്രവർത്തിക്കുക. അപ്പൊ ഈ മരുന്നുകൾ ഒട്ടിച്ചേരുന്നത് നമ്മൾ പറഞ്ഞു ഫ്രീ ട്യൂബുലിനിലാണ്, ബീറ്റ ട്യൂബുലിനിലാണ് ഒട്ടിച്ചേരുക. ബീറ്റ ട്യൂബുലിലെ മരുന്നാണെങ്കിൽ മരുന്ന് പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ആൽഫ പിടിക്കാൻ പറ്റില്ല. അപ്പൊ പോളിമറൈസേഷൻ ഇൻഹിബിറ്റേഴ്സ് ആണ് എന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ ഇതേപോലെ പ്രവർത്തിക്കുന്ന വേറെയും ധാരാളം മരുന്നുകളുണ്ട്, മറ്റു ചില മരുന്നുകളുണ്ട്. അതിൽ ഒന്നാണ് എസ്ട്രാമസ്റ്റിൻ എന്ന് പറയുന്ന മരുന്ന്. എസ്ട്രാ ഈസ് ഫോർ ഈസ്ട്രോജൻ ആണ്, മസ്റ്റിൻ നമുക്കറിയാം അത് ആൽക്കൈലേറ്റിംഗ് ഏജന്റ് ആണ്. പക്ഷേ രണ്ടും കൂടി ചേരുമ്പോൾ ഇറ്റ്സ് നോട്ട് ആൻ ആൽക്കൈലേറ്റിംഗ് ഏജന്റ് ഓർ എ ഹോർമോൺ. അത് വർക്ക് ചെയ്യുന്നത് ദിസ് ഇസ് എ മൈക്രോട്യൂബിൾ ഡാമേജിംഗ് ഡ്രഗ് ആണ്, മൈക്രോട്യൂബിൾ ഇൻഹിബിറ്റർ ആണ്, പോളിമറൈസേഷൻ ഇൻഹിബിറ്റർ ആണ്. വേറൊരു മരുന്നാണ് എറിബുലിൻ എന്ന് പറയുന്ന മരുന്ന്. എറിബുലിൻ ഈ കടലിൽ നിന്ന് കിട്ടുന്ന ഒരു മറൈൻ സ്പോഞ്ച്, കടലിന്റെ അടിയിൽ നിന്ന് കിട്ടുന്ന അതിന്റെ ഒരു സിന്തറ്റിക് അനലോഗ് ആണ് എറിബുലിൻ എന്ന് പറയുന്ന മരുന്ന്. അതും ഇങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്. ഇനി വേറൊരു മരുന്ന് വെഡോറ്റിൻ ആണ്. വെഡോറ്റിൻ ആന്റി ക്യാൻസർ മരുന്നാണ്. ഇറ്റ്സ് എ മോണോമീഥൈൽ ഓറോസ്റ്റാറ്റിൻ ഇ എന്ന് പറയുന്നതാണ് ഈ വെഡോറ്റിൻ. സോ ഇത് ക്യാൻസറിൽ ഉപയോഗിക്കുന്നത് ആന്റിബോഡി കോംപ്ലക്സിനൊപ്പമാണ്, അതുകൊണ്ടാണ് നമ്മൾ പെട്ടെന്ന് അത് പഠിക്കാത്തത്. അതിനൊപ്പം ചേർത്തിട്ടാണ് ഉപയോഗിക്കുന്നത്. ദെൻ ഇതേപോലുള്ള വേറെ ഇതിനേക്കാളൊക്കെ ഭയങ്കര കൂടിയ മരുന്നാണ് എംടാൻസിൻ എന്ന് പറയുന്ന മരുന്ന്, ഓർ മെയ്റ്റാൻസിൻ എന്നും വിളിക്കും. സോ ഇത് വിൻകയേക്കാൾ 100 ഇരട്ടിയോ 1000 ഇരട്ടി 1000x പൊട്ടന്റ് സംഭവമാണ്. അപ്പൊ എംടാൻസിൻ കൊടുക്കുന്നത് ട്രാസ്റ്റുസുമാബിനൊപ്പമാണ്, ട്രാസ്റ്റുസുമാബ് എംടാൻസിൻ അല്ലെങ്കിൽ അഡോട്രാസ്റ്റുസുമാബ് എംടാൻസിൻ ബ്രസ്റ്റ് ക്യാൻസറിനോ ഒക്കെ കൊടുക്കുന്ന മരുന്നാണ്. സോ ഇതെല്ലാം ഇതേപോലെ പ്രവർത്തിക്കുന്ന മരുന്നാണ്, വെഡോറ്റിനും എംടാൻസിനും എല്ലാം. ഇനി ഈ വിൻക ഒട്ടിച്ചേരുന്ന ബീറ്റ ട്യൂബിലിന്റെ അവിടെ അല്ലാതെ ഒട്ടിച്ചേരുന്ന ഒരു മരുന്നുണ്ട്. ആ മരുന്ന് നമ്മൾ കേട്ടിട്ടുണ്ടാവും, അതിന്റെ പേരാണ് കോൾചീസിൻ. പേര് കേട്ടിട്ടുണ്ടാവും കോൾചീസിൻ, നിങ്ങൾ പഠിച്ചിട്ടുള്ളത് ആന്റി ഗൗട്ട്, അക്യൂട്ട് ഗൗട്ടിന് ഉപയോഗിക്കുന്ന മരുന്നാണ്. ഇതെല്ലാം മൈക്രോട്യൂബിൾ പോളിമറൈസേഷൻ ഇൻഹിബിറ്റർ ആണ്. ഫ്രീ ബീറ്റ ട്യൂബിലിൻ തന്നെയാണ് പിടിക്കുന്നത്, സ്ഥലമൊക്കെ ചിലപ്പോൾ ഒന്ന് മാറുന്നു അത്ര, പക്ഷേ ഇത് ആന്റി ക്യാൻസർ അല്ല. ഇനി ഇവിടെ മൈക്രോട്യൂബിൾസിൽ തന്നെ ആക്ട് ചെയ്യുന്ന രണ്ടാമത്തെ ഗ്രൂപ്പ് മരുന്നുകൾ, ദീസ് ആർ മൈക്രോട്യൂബ്യൂൾ ഡീപോളിമറൈസേഷൻ ഇൻഹിബിറ്റേഴ്സ് ആണ്. ഡീപോളിമറൈസേഷൻ, മറ്റേത് നമ്മൾ പഠിച്ചത് പോളിമറൈസേഷൻ ഇൻഹിബിറ്റേഴ്സ് ആണ്, പക്ഷെ ഇത് നേരെ ഓപ്പോസിറ്റ് ആണ്, ഡീപോളിമറൈസേഷൻ ഇൻഹിബിറ്റേഴ്സ് ആണ്. സോ ഇത് ഒട്ടിച്ചേരുന്നതും ബീറ്റ ട്യൂബുലിനിൽ തന്നെയാണ്. പക്ഷേ ഇത് ഒട്ടിച്ചേരുന്ന ഒരു വ്യത്യാസം, ഇത് ഫ്രീ ബീറ്റ ട്യൂബുലിനല്ല പിടിക്കുക, ദാ ഇവിടെയാണ് പിടിക്കുക. ഇങ്ങനെ ഉണ്ടായി കഴിഞ്ഞതാ ഇത് ബീറ്റ ട്യൂബുലിൻ ആൽഫയും കൂടി ചേർന്ന് ഇങ്ങനെ ഇരിക്കുന്ന ഈ പ്രോട്ടോഫിലമെന്റ്സുകളിലാണ് വന്ന് പിടിക്കുക, മൈക്രോ ട്യൂബുലിൽ തന്നെയാണ് വന്ന് പിടിക്കുക. സോ ദേ ആർ ബൈൻഡിങ് ഹിയർ, ബീറ്റ ട്യൂബുലിൽ തന്നെയാണ് ഒട്ടിച്ചേരുന്നത്, പക്ഷേ ഓൺ ദ മൈക്രോ ട്യൂബ്യൂളിലാണ് ഒട്ടിച്ചേരുക. ഫലം എന്താണ്? ഇത് ഇങ്ങനെ വന്നിരുന്നു കഴിഞ്ഞാൽ ഇത് സ്റ്റെബിലൈസ്ഡ് ആയി പോകും. സോ മൈക്രോ ട്യൂബ്യൂൾസ് ഉണ്ടായ മൈറ്റോട്ടിക് സ്പിൻഡിൽസ് അങ്ങനെ തന്നെ നിൽക്കും. സോ ദീസ് ആർ സ്റ്റെബിലൈസേഴ്സ് ഓഫ് മൈക്രോ ട്യൂബ്യൂൾസ് ഓർ മൈറ്റോട്ടിക് സ്പിൻഡിൽസ്. സ്റ്റെബിലൈസേഴ്സ് ആണ്, മൈക്രോ ട്യൂബ്യൂൾ സ്റ്റെബിലൈസേഴ്സ് എന്ന് നമുക്ക് ഇവയെ വിളിക്കും. സോ ഏറ്റവും ഫേമസ് മരുന്ന് പാക്ലിടാക്സൽ ആയിരുന്നു. പാക്ലിടാക്സൽ ലഭിച്ചത് പസഫിക് യു പ്ലാന്റ് എന്ന് പറയുന്ന ഒരു ചെടിയിൽ നിന്നാണ്. അതിന്റെ സയന്റിഫിക് പേര് ടാക്സസ് ബ്രെവിഫോളിയ ആയിരുന്നു. ബ്രെവിഫോളിയ എന്ന് വളരെ കുറച്ചേ കിട്ടുന്നുണ്ടായുള്ളൂ, അതുകൊണ്ട് നമ്മൾ ടാക്സസ് ബെക്കാറ്റയിൽ നിന്ന് കൂടുതൽ കിട്ടുന്നുണ്ടാക്കി. സോ ഈ ഗ്രൂപ്പ് മരുന്നുകളെ നമ്മൾ ടാക്സെയിൻസ് എന്നാണ് വിളിക്കുക. ടാക്സെയിൻസ് ഇത് ടെർപ്പിൻ ആണ് കെമിക്കലി. സോ ദീസ് ബൈൻഡ് ഓൾറെഡി ഫോംഡ് പോളിമർ. സോ ഇവിടെയാണ് ബൈൻഡ് ചെയ്യുക. ഇമ്പോർട്ടന്റ് കീ വേർഡ് ഈസ് ഓൾറെഡി ഫോംഡ് പോളിമർ ആണ്. സ്റ്റെബിലൈസർ എന്ന വാക്കുണ്ട്, ഡീപോളിമറൈസേഷൻ എന്ന വാക്കുണ്ട്. സോ ദേ ബൈൻഡ് ടു ഓൾറെഡി ഫോംഡ് പോളിമർ. സോ ദേ കോസ് ബണ്ടിലിംഗ്. സോ അനദർ കീ വേർഡ് ആണ് ബണ്ടിലിംഗ് ഓഫ് മൈക്രോട്യൂബ്യൂൾസ്. മൈക്രോട്യൂബ്യൂൾസ് ഉണ്ടായത് അലിഞ്ഞു പോകില്ല, അങ്ങനെ തന്നെ നിൽക്കും. മൈക്രോട്യൂബ്യൂൾ സ്റ്റെബിലൈസേഴ്സ് ആണ്. മറ്റേത് മൈക്രോട്യൂബ്യൂൾസ് ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. ഇവിടെ ഉണ്ടായത് അങ്ങനെ തന്നെ നിൽക്കുന്നു. പാക്ലിടാക്സൽ അല്ലാതെ വേറെ മരുന്നുണ്ടോ? നമ്മൾ ഓൾറെഡി കണ്ടു. ഡോസിടാക്സൽ കണ്ടു, കബാസിടാക്സൽ നമ്മൾ കണ്ടു. ദെൻ ഇതേപോലെ തന്നെ പ്രവർത്തിക്കുന്ന വേറെയും നാച്ചുറൽ ഗ്രൂപ്പ് മരുന്നുകളുണ്ട്. അവയെ നമ്മൾ എപ്പോത്തിലോൺസ് എന്നാണ് വിളിക്കുക. എപ്പോത്തിലോൺസ് എയും ബി ഒക്കെ ഉണ്ട്. ബി എന്തിനൊക്കെ അപ്രൂവ്ഡ് ഉണ്ടെന്ന് തോന്നുന്നു. എങ്കിലും ഈ ഗ്രൂപ്പിലെ ഫേമസ് മരുന്ന് ഇതല്ല. ഗ്രൂപ്പിലെ പുതിയ മരുന്നാണ് ഇക്സാബെപിലോൺ എന്ന് പറയുന്ന ഒരു മരുന്ന്. പല ട്രീറ്റ്മെന്റിനൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. സോ മൈക്രോട്യൂബ്യൂൾസിന്റെ ഇൻഹിബിറ്റേഴ്സിൽ നമ്മളപ്പോൾ 2 തരം വിഭാഗം മരുന്നുകളെ കണ്ടു. ഒന്ന് സ്റ്റെബിലൈസേഴ്സ് ആണ്, 2 പോളിമറൈസേഷൻ ഇൻഹിബിറ്റേഴ്സ്. രണ്ടും നേരെ ഓപ്പോസിറ്റ് ആണ്. ഇനിയും ധാരാളം മരുന്നുകൾ ഇതിന്റെ പല സ്റ്റേജസ് ഓഫ് ട്രയൽസിലുണ്ട്. സോ അപ്പോൾ നമുക്കിനി എഴുതാൻ, എക്സാമിനൊക്കെ എഴുതാൻ നമുക്ക് ഈ മരുന്നുകളെ കുറിച്ച് ചോദിച്ചാൽ, ഏത് മരുന്നിനെ കുറിച്ച് ചോദിച്ചാലും നമുക്ക് ആദ്യം എഴുതാവുന്നതാണ് ദീസ് ആർ സൈറ്റോടോക്സിക് ഡ്രഗുകളാണ്. ദീസ് ആർ സെൽ സൈക്കിൾ സ്പെസിഫിക് ഡ്രഗ്സ് ആണ്. ആൽക്കലേറ്റിംഗ്
എല്ലാം സെൽ സൈക്കിൾ നോൺ സ്പെസിഫിക് ആയിരുന്നു. ഏത് സൈക്കിൾ എവിടെ, ദാറ്റ് ഈസ് എം ഫേസ് ഓർ മൈറ്റോട്ടിക് ഫേസിൽ ആക്ട് ചെയ്യുന്ന മരുന്നുകളാണ്. പ്രത്യേകിച്ച് മൈറ്റോട്ടിക്കിന്റെ തന്നെ ഇവിടെ വീണ്ടും എം ആണ്, ദാറ്റ് ഈസ് മെറ്റാഫേസിലാണ്. സോ മെറ്റാഫേസ് ഓഫ് മൈറ്റോട്ടിക് ഫേസിൽ ആക്ട് ചെയ്യുന്ന മരുന്നുകളാണ്. സോ ദീസ് ആർ എം ഫേസ് സ്പെസിഫിക് ഡ്രഗ്സ് ആണ്. സോ ദേ ഇൻഹിബിറ്റ് സെൽ ഡിവിഷൻ ദ മെറ്റാഫേസ് ഓഫ് ദ മൈറ്റോട്ടിക് ഫേസ്. സോ ദീസ് ആർ മൈറ്റോട്ടിക് അറസ്റ്റേഴ്സ് ആണ് അല്ലെ, മെറ്റാഫേസ് അറസ്റ്റിംഗ് ഡ്രഗ്സ്. സോ ദീസ് ആർ മെറ്റാഫേസ് അറസ്റ്റിംഗ് ഡ്രഗ്സ്. എത്ര പേരുകളാണ് ഈ മരുന്നുകൾക്ക്. അപ്പൊ നമ്മൾ മെക്കാനിസം കണ്ടു. അപ്പൊ ഇനി നമുക്ക് അഡ്വേഴ്സ് എഫക്ട് ഓർ സൈഡ് എഫക്ട്സ് പറയാം. സൈഡ് എഫക്ട്സ് ഞാൻ പറയുന്നത് രണ്ടിന്റെയും കൂടി ചേർത്തിട്ടുള്ള സൈഡ് എഫക്ട് ആണ് ആദ്യം പറയാം. സോ രണ്ടിലും എഴുതാവുന്നതാണ്. ദീസ് ക്യാൻ കോസ് പെരിഫറൽ ന്യൂറോപ്പതി. ഏകദേശം നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് പെരിഫറൽ ന്യൂറോപ്പതി ഉണ്ടാകുന്നത് എന്ന് മനസ്സിലായി കാണുമായിരിക്കും. ഇല്ലെങ്കിൽ ഞാൻ പറയാം. ദീസ് ആർ ന്യൂറോ ടോക്സിക് മരുന്നുകളാണ്. സോ ഇതുണ്ടാവാനുള്ള കാരണം നമ്മളൊന്ന് ആലോചിക്കുക. നമ്മുടെ ന്യൂറോൺ ആണെന്ന് വിചാരിക്കുക, ഇത് ആക്സോൺ ആണ്, ആക്സോൺ സെൽ ബോഡി ആണെന്ന് വിചാരിക്കുക. സോ ഇവിടുന്ന് ഒരു സാധനം ഉണ്ടാക്കിയിട്ട് ഇങ്ങോട്ടേക്ക് പോകണമെങ്കിൽ ആര് വേണം? അത് വേണ്ടത് നമ്മളുടെ മൈക്രോട്യൂബിൾ. അതിനെ തടഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ഇതിലേക്കൂടി ട്രാൻസ്പോർട്ട് നടക്കുകയില്ല. സോ ഇവിടുന്ന് ന്യൂറോ ട്രാൻസ്മിറ്റർ ഇങ്ങോട്ടേക്ക് പോകുന്നതൊക്കെ തടയും. ഓക്കെ, സോ അതുകൊണ്ടാണ് ഈ പ്രശ്നം ഉണ്ടാകുക. സോ ഇത് മൂലം സെൻസറി പ്രശ്നങ്ങൾ ഉണ്ടാകാം, സെൻസറി നെർവ്സിൽ പ്രശ്നം ഉണ്ടാകാം, മോട്ടോർ നെർവ്സിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാം, ഓട്ടോണോമിക് നെർവ്സിലും പ്രശ്നങ്ങൾ ഉണ്ടാകാം. എല്ലായിടത്തും പ്രശ്നങ്ങൾ തകരാറിലാകും. സോ വിൻകാ മരുന്നിലെ വിൻബ്ലാസ്റ്റിന് ന്യൂറോടോക്സിറ്റി ഉണ്ടോ? ഇല്ല. സോ ഏറ്റവും കൂടുതൽ അപ്പോൾ വിൻക്രിസ്റ്റിൻ ആണ് ഏറ്റവും കൂടുതൽ ഉള്ളത് എന്ന് കൂടി മനസ്സിലാക്കും. വിനോറെൽബിൻ ഉണ്ടോ? യെസ്, വിനോറെൽബിന് ഈ സംഭവം ഉണ്ട്. ടാക്സൈൻസിൽ പാക്ലിക് ഉണ്ടോ? പാക്ലിടാക്സലിനും ഉണ്ട്. ഡോസി അതിനും ഉണ്ട്, ഡോസിടാക്സലിനും ഉണ്ട്. സോ വിൻക മൂലം ഉണ്ടാകുന്നത് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനെ നമുക്ക് സ്പെസിഫിക് ആയിട്ട് ഫുട്ട് ഡ്രോപ്പ്. കാരണം അത് മോട്ടോർ ന്യൂറോപ്പതി, മോട്ടോർ നെർവ്സിനെയാണ് കൂടുതൽ അഫക്ട് ചെയ്യുക. ടാക്സൈൻ മൂലം ഉണ്ടാകുന്നത് സെൻസറി നെർവ്സിനെയാണ് അഫക്ട് ചെയ്യുക. സോ സെൻസറി ന്യൂറോപ്പതിയാണ്. അതിന്റെ എക്സാമ്പിൾ ഈസ് ഗ്ലോ സ്റ്റോക്ക് ന്യൂറോപ്പതി എന്നാണ് നമ്മൾ ഇതിനെ വിളിക്കുന്നത്. സെൻസറി ന്യൂറോപ്പതിയാണ്. ഈ പെരിഫറൽ ന്യൂറോപ്പതി മൂലം തന്നെ ഉണ്ടാകുന്ന മറ്റൊരു പ്രശ്നം, ഇഫ് ഇറ്റ്സ് അഫക്ട്സ് ദ ഓട്ടോണോമിക് നെർവ് GIT, അപ്പൊ പാരാലിറ്റിക് ഇലിയസ് ഉണ്ടാകും. പാരാലിറ്റിക് ഇലിയസ് എങ്ങനെയായിരിക്കും ലക്ഷണമായിട്ട് വരിക? കോൺസ്റ്റിപ്പേഷൻ ആയിട്ടായിരിക്കും ഇതിന്റെ ലക്ഷണങ്ങൾ. സോ പാരാലിറ്റിക് ഇലിയസ് ആൻഡ് കോൺസ്റ്റിപ്പേഷൻ ബിക്കോസ് ഓഫ് ഓട്ടോണമിക് ന്യൂറോപ്പതി മൂലം ഉണ്ടാകുന്ന പ്രശ്നമാണ്. അപ്പൊ രണ്ടാമത്തെ പ്രശ്നം ഈ മരുന്നുകൾക്ക് എല്ലാം ഉള്ളത് അലോപേഷ്യയാണ്. അലോപേഷ്യ നമുക്കറിയാം, മുടി കൊഴിച്ചിൽ നന്നായിട്ടുണ്ടാക്കുന്ന മരുന്നുകളാണ്. മൂന്നാമത്തെ പ്രശ്നം SIADH എന്ന് പറയുന്ന സംഭവം ഉണ്ടാക്കും. വിൻഗ ഉണ്ടാക്കും, ടാക്സൈൻ ഉണ്ടാക്കും. മറ്റൊരു മരുന്ന് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു, ആൽക്കാലേറ്റിംഗ് ഏജന്റിലാണ്. അതിന്റെ പേര് സൈക്ലോഫോസ്ഫമൈഡ് ആണ്. സോ ഇതെന്താന്ന് ഞാൻ അവിടെ പറഞ്ഞിട്ടുള്ളതുകൊണ്ട് ഇവിടെ പറയുന്നില്ല. സോ ഇത്രയും മരുന്നുകളെല്ലാം SIADH ഉണ്ടാകും. ഇനി വിൻക്രിസ്റ്റിന്റെ ഒരു ഗുണം പറയുകയാണെങ്കിൽ അത് ബോൺ മാരോ ഡിപ്രഷൻ ഉണ്ടാക്കുന്നില്ല എന്നുള്ളതാണ്. വിൻക്രിസ്റ്റിൻ ബോൺ മാരോ ഡിപ്രഷൻ ഉണ്ടാക്കുന്നില്ല. അപ്പോൾ ആരോ ഉണ്ടാക്കുന്നുണ്ടെന്ന് ചോദിച്ചാൽ അത് ഇവനാണ്. ന്യൂറോടോക്സിറ്റി ഇല്ല, പക്ഷേ പകരം ഇവൻ ബോൺ മാരോ ഡിപ്രഷൻ ഓർ ബോൺ മാരോ സപ്രഷൻ ഉണ്ടാക്കും. സോ ബ്ലാസ്റ്റിൻ B4B ആലോചിച്ചാൽ മതി, ബ്ലാസ്റ്റിൻ ഫോർ ബോൺ മാരോ സപ്രഷൻ. ആൻഡ് ഇതിന് ന്യൂറോടോക്സിറ്റി ഇല്ല എന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു. വിനോറെൽബിൻ ആണെങ്കിൽ ഇതും ഉണ്ടാക്കും, കുറച്ച് ഇതും, രണ്ടും ഉണ്ടാക്കും. ന്യൂറോപ്പതിയും ബോൺ മാരോ ഡിപ്രഷൻ രണ്ടും ഉണ്ടാക്കും. ഇനി പാക്ലിടാക്സലിലേക്ക് വന്നു കഴിഞ്ഞാൽ പാക്ലി ആൻഡ് ഓൾസോ ടാക്സൈൻസ് മാത്രം കുറച്ചു നേരം നമുക്ക് പറഞ്ഞാൽ, സോ ഇതിന്റെ പ്രധാനപ്പെട്ട ടോക്സിറ്റി ഒന്ന് നെഫ്രോടോക്സിറ്റി ആണ്. സോ ദീസ് ആർ നെഫ്രോടോക്സിക് മരുന്നുകളാണ്. സോ അത് മറ്റവർക്കില്ല. അതിൽ തന്നെ പാക്ലിടാക്സൽ നമ്മൾ പറയുകയാണെങ്കിൽ പാക്ലിടാക്സൽ വെള്ളത്തിൽ അലിയാത്ത മരുന്നാണ്. നമുക്കപ്പോൾ ഇതിനെ സോലിബിലൈസ്, ഇതാണ് എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം, വെള്ളത്തിൽ അലിയുന്നില്ല എന്നുള്ളതാണ് എൻ്റെ പ്രശ്നം. സോ ഇതിനെ സോലിബിലൈസ് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിച്ചത് പോളി ഓക്സി എത്തിലേറ്റഡ് കാസ്റ്റർ ഓയിൽ, അല്ലെങ്കിൽ നമ്മൾ അതിനെ ക്രീമാഫോർ EL എന്നാണ് വിളിക്കുക. 50% ആൽക്കഹോളും 50% ഇതും കൂടിയൊക്കെ ചേർക്കാണ്. ആൻഡ് ദിസ് തിങ് ഈസ് ഓൾസോ ടോക്സിറ്റി ഉണ്ടാക്കും, നെഫ്രോടോക്സിറ്റി ഉണ്ടാക്കും, ആൻഡ് ഓൾസോ ന്യൂറോടോക്സിറ്റി ഒക്കെ ഉണ്ടാക്കാവുന്ന ടോക്സിക് സാധനമാണ് സോൾവൻ. അപ്പോൾ ഇത് നേരിടാനായിട്ട് നമ്മൾ പാക്ലിടാക്സലിനെ പുതിയ രീതിയിൽ കൊണ്ടുവന്നു. അതാണ് പാക്ലിടാക്സൽ ആൽബുമിൻ ബൗണ്ട് പാക്ലിടാക്സൽ നമ്മൾ കൊണ്ടുവന്നു. പാക്ലിടാക്സലിനെ നമ്മൾ നാനോ പാർട്ടിക്കിൾ ആക്കി എന്നിട്ട് ആൽബുമിനകത്തോട്ട് കയറ്റി അങ്ങനെ കൊണ്ടുവന്നു. സോ അങ്ങനെ ഉപയോഗിക്കുന്നുണ്ട്. സോ ആൽബുമിനിൽ പൊതിഞ്ഞ് കൊണ്ടുപോകുന്ന പാക്ലിടാക്സൽ അതിന് നെഫ്രോടോക്സിറ്റി ന്യൂറോടോക്സിറ്റി അല്പം കുറവാണ്. സോ കുറെ അഡ്വേഴ്സ് എഫക്ട് ഇതിന് കുറഞ്ഞു. ഇനി ടാക്സൈനിലപ്പോൾ അടുത്ത മരുന്ന് പാക്ലി അല്ലാതെ പിന്നെ കൊണ്ടുവന്നതാണ് നമ്മൾ ഡോസിടാക്സൽ എന്ന് പറയുന്ന മരുന്ന്. ഡോസിടാക്സലും സോലിബിലൈസേഷൻ പ്രശ്നങ്ങളുണ്ട്. അത് നമ്മൾ ചേർത്തത് ട്യൂൻ ആണ്. ട്യൂൻ 80+ ആൽക്കഹോൾ എത്തനോൾ ആണ് നമ്മൾ ചേർത്തത്. പല ആൾക്കാർക്കും ഈ ട്യൂൻ 80 അലർജി പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ നമ്മൾ കൊണ്ടുവന്ന പുതിയ മരുന്ന് കാബോസിടാക്സലാണ്. ഇവന് ഈ പ്രശ്നങ്ങളൊന്നുമില്ല, വെള്ളത്തിൽ അലിയും എന്നുള്ളതാണ് ഇവന്റെ പ്രധാനപ്പെട്ട മറ്റൊരു ഗുണം. സോലിബിൾ
അവൈലബിൾ ആണ്. പിന്നെ അഡ്വേഴ്സ് എഫക്ട് ഞാൻ പറയൽ നിർത്തി. ബാക്കി ഇനിയുള്ള ജനറൽ അഡ്വേഴ്സ് എഫക്ട് എൻ്റെ രണ്ടാമത്തെ വീഡിയോ, ആന്റി ക്യാൻസറിലെ രണ്ടാമത്തെ വീഡിയോ. അതിനകത്ത് എല്ലാ പോയിന്റുകളും നമുക്ക് ഒന്നൊന്നായിട്ട് എഴുതി വെക്കാം. ഓക്കെ, അപ്പൊ നമുക്കിനി യൂസസ് പറഞ്ഞു കഴിഞ്ഞാൽ വിൻക്രിസ്റ്റിൻ എന്തിനാണ് ഉപയോഗിക്കുന്നത്? വിൻക്രിസ്റ്റിന്റെ ഒരു ഫേമസ് ട്രേഡ് നെയിം ഉണ്ട്, അതൊന്ന് ഓർത്ത് വെച്ചേക്കുക. ഓൺകോവിൻ എന്നാണ്. പല റെജിമെന്റിലും ഓൺകോവിൻ എന്നായിരിക്കും നമ്മൾ കാണുക. സോ ഇത് എല്ലാത്തരം ലിംഫോമകളിൽ ഉപയോഗിക്കാം. ലുക്കീമിയ, ഇത് ബ്ലഡ് ക്യാൻസർ ആണ്, ഇത് ലിംഫ് നോഡിനെ ബാധിക്കുന്നതാണ്. പക്ഷെ ഇത് രണ്ടും ഏകദേശം ഒരേപോലെ ആയിരിക്കുമല്ലോ വരെ, കാരണം രണ്ടും ലിംഫോസൈറ്റിനെ ബാധിക്കുന്നതാണ്. സോ ബ്ലഡ് ക്യാൻസേഴ്സ് എല്ലാം ഓർക്കുക. ഓക്കെ, സോ സോളിഡ് ക്യാൻസറിൽ പറ്റും എല്ലാ ബ്ലഡ് ക്യാൻസറും ആലോചിച്ചെന്ന് എഴുതുക. സോളിഡ് ക്യാൻസറുകളിൽ പറ്റില്ല എന്നുകൂടി എന്ന് ആലോചിക്കും. അവിടെ ഒന്നും ഉപയോഗിക്കുന്നില്ല. സോ ബ്ലഡ് ക്യാൻസർ ആണ്. സോ ഹോട്ട്സ്കിൻ ലിംഫോമയിൽ നമ്മൾ ഉപയോഗിക്കുന്ന മോപ്പ് റെജിമൻ എന്ന് പറയുമ്പോൾ അതാണ് ഓൺകോവിൻ ആണ്. ദെൻ NHL നോൺ ഹോട്ട്സ്കിൻ ലിംഫോമയിൽ നമ്മൾ ഉപയോഗിക്കുക ആർചോപ്പ് ആണ്. ആർചോപ്പ് ഇവിടെ ഉണ്ടോ? ഇനി ALL പിള്ളേരിലേക്കുള്ള ALL അക്യൂട്ട് ലിംഫോബ്ലാസ്റ്റിക് ലുക്കീമിയയിൽ നമ്മൾ വിൻക്രിസ്റ്റ് ഉപയോഗിക്കുന്നത് അസ്പെരാജിനേസ് ഉണ്ട്, ഡോക്സോറൂബിസിൻ ഉണ്ട്, പ്രെഡ്നിസോളോൺ പ്ലസ് അതിൻ്റെ ഒപ്പം വിൻക്രിസ്റ്റിനും കൂടി നമ്മൾ കൊടുക്കുന്നു. ഇപ്പോൾ വിൻബ്ലാസ്റ്റിൻ നമ്മൾ ഉപയോഗിക്കുന്നത് ഹോട്ട്സ്കിൻ ലിംഫോമയിലാണ് നമ്മൾ ഉപയോഗിക്കുക. അപ്പോൾ അതിൻ്റെ റെജിമൻ ABVD ആണ്. ആ V ആണ് ഈ വിൻബ്ലാസ്റ്റ്. ഇനി വിനോറെൽബിൻ നമ്മൾ എവിടേക്ക് ഉപയോഗിക്കുന്നു ചോദിച്ചു കഴിഞ്ഞാൽ അത് ലങ് ക്യാൻസറിലാണ്. ലങ് ക്യാൻസർ തന്നെ നോൺ സ്മോൾ സെൽ ലങ് ക്യാൻസറിൽ നമുക്ക് കൊടുക്കാം. ദെൻ ബ്രസ്റ്റ് ക്യാൻസർ കൊടുക്കാം, ഒവേറിയൻ ക്യാൻസർ. സോ ഇതപ്പോൾ സോളിഡ് ക്യാൻസറിലാണ് എന്ന് മനസ്സിലായി. ഇത് രണ്ടും എവിടെയായിരുന്നു? കണക്റ്റീവ് ടിഷ്യൂ ക്യാൻസറിലാണ്, ബ്ലഡ് ക്യാൻസർ അങ്ങനെയുള്ള. ദെൻ വിൻഡെസിൻ എന്ന് പറയുന്ന മരുന്ന് മെലനോമയിലാണ്. ആൻഡ് ഓൾസോ ഇറ്റ്സ് ക്യാൻ ബി യൂസ്ഡ് ഇൻ ലിംഫോം. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട മരുന്ന് വിൻക്രിസ്റ്റിൻ ആണെന്ന് ഓർക്കുക. അപ്പോൾ ഇനി എറിബുലിൻ ഇതുപോലെ ആക്ട് ചെയ്യുന്നതാണ്. അത് ബ്രസ്റ്റ് ക്യാൻസറിലാണ്. എറിബുലിൻ എന്ന് പറയുന്ന മരുന്ന് കൊടുക്കുക. ഇസ്ട്രാമസ്റ്റിൻ കൊടുക്കുന്നത് പ്രോസ്റ്റേറ്റ് ക്യാൻസറിലാണ്. ഇസ്ട്രാമസ്റ്റിൻ നമ്മൾ പറഞ്ഞു പ്രോസ്റ്റേറ്റ് ക്യാൻസറിൽ ഉപയോഗിക്കുന്ന മരുന്നാണ്. പക്ഷെ അപ്പോൾ ഈസ്ട്രജൻ ഉണ്ട്. അപ്പോൾ ബ്രസ്റ്റ് ക്യാൻസറിൽ കൊടുക്കാൻ പറ്റുമോ? ബ്രസ്റ്റ് ക്യാൻസറിൽ അടുത്തേക്കെങ്ങാനും കൊണ്ടുപോകാൻ പാടില്ല. കോൺട്രാ ഇൻഡിക്കേറ്റഡ് ഇൻ ബ്രസ്റ്റ് ക്യാൻസർ ആണ് എന്ന് കൂടി ഒന്ന് ഓർത്ത് വെച്ചേക്കും. അപ്പോൾ നമുക്കിനി യൂസേഴ്സ് ഓഫ് പാക്ലിറ്റാക്സൽ ഗ്രൂപ്പ് മരുന്നുകൾ പറഞ്ഞാൽ, പാക്ലിറ്റാക്സൽ നമുക്ക് വിവിധ തരം ക്യാൻസറുകളിൽ കൊടുക്കാം. പ്രത്യേകിച്ച് എല്ലാം തന്നെ ഹോർമോൺ കൊടുത്തിട്ട് ഫലം കിട്ടാത്ത ഹോർമോൺ റിഫ്രാക്ടറി കേസുകളിലാണ് ഇത് അധികവും കൊടുക്കുക. ഉദാഹരണത്തിന് ഹോർമോൺ റിഫ്രാക്ടറി ബ്രസ്റ്റ് ക്യാൻസറിൽ കൊടുക്കാം, ഹോർമോൺ റിഫ്രാക്ടറി പ്രോസ്റ്റേറ്റ് ക്യാൻസറിൽ നമുക്ക് കൊടുക്കാം, ഹോർമോൺ റിഫ്രാക്ടറി ഒവേറിയൻ ക്യാൻസറിൽ നമുക്ക് കൊടുക്കാം. ഇനി GIT ക്യാൻസറിൽ കൊടുത്തൂടെ എന്ന് വെച്ചാൽ കൊടുക്കാം. GIT ക്യാൻസറിൽ നമ്മുടെ പ്രധാനപ്പെട്ട മരുന്ന് 5-fluorouracil നമുക്കറിയാം, പ്ലസ് പാക്ലി കൊടുക്കാം. ഇപ്പൊ നമ്മൾ കബോസിയാണ് അധികം അവിടെ ഉപയോഗിക്കുക. കബോസിറ്റാക്സൽ ഉണ്ട്. ദെൻ ലങ് ക്യാൻസറിൽ കൊടുക്കാം. പാരപ്പോയിരിക്കും വിത്ത് സിസ്പ്ലാറ്റിൻ ആയിരിക്കും എന്ന് മാത്രം. ആൻഡ് ഇനി ഈ മരുന്നുകൾക്ക് ഇതൊന്നും അല്ലാതെ ക്യാൻസർ അല്ലാതെ മറ്റൊരു ഉപയോഗം കൂടി ഉണ്ട്. അതെന്ന് ഓർത്ത് വെച്ചേക്കുക. ദേ ആർ യൂസ്ഡ് ഇൻ ഡ്രഗ് എലൂട്ടിംഗ് സ്റ്റെന്റുകളിൽ ഉപയോഗിക്കുന്നുണ്ട്. ഡ്രഗ് എലൂട്ടിംഗ് സ്റ്റെന്റ് എവിടെയാണ് ഉപയോഗിക്കുക? അത് നമ്മുടെ ഹൃദയത്തിലുള്ള കൊറോണറി ആർട്ടറിയിലാണ് ഉപയോഗിക്കുക. അവിടെ അടഞ്ഞു പോകുന്ന ആർട്ടറി അല്ലെ, തുറന്നിരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന സാധനങ്ങളാണ് ഈ സ്റ്റെന്റുകൾ എന്ന് നമ്മൾ വിളിക്കും. സോ ഇതിലെന്ത് ചെയ്യും? ഈ സ്റ്റെന്റ് ഇതാണെങ്കിൽ സ്പ്രിംഗ് പോലത്തെ മെറ്റാലിക് സാധനമാണല്ലോ, അതിനകത്ത് നമ്മളിത് മരുന്നൊന്ന് കോട്ട് ചെയ്ത് കൊടുക്കും. അപ്പോൾ ബ്ലഡ് സെൽസ് ഇവിടെ വന്നിട്ട് ഒക്ലൂഷൻ. സോ ഒക്ലൂഷൻ ഉണ്ടാവുന്നില്ല, വീണ്ടും തുറന്നു വെക്കുകയാണ് നമ്മൾ. അപ്പോൾ വീണ്ടും അവിടെ വന്നിട്ട് രക്തക്കട്ടകൾ പിടിക്കാതിരിക്കാൻ തടയാം. സോ ദീസ് ഇൻഹിബിറ്റ് ദ റീസ്റ്റെനോസിസ് ഇൻഹിബിറ്റർ ആണ്. വീണ്ടും അടയുന്നത് തടയുന്ന മരുന്നുകളാണ് പാക്ലിറ്റാക്സൽ പോലെയുള്ള മരുന്നുകൾ. സോ ലാസ്റ്റ് മരുന്ന് നമുക്ക് പറയാനുള്ളത് ഇക്സാബെപ്പിലോണിനെ പറ്റിയാണ്. ഇക്സാബെപ്പിലോൺ എപ്പോത്തിലിൻ ഡെറിവേറ്റീവ് ആണെന്ന് പറഞ്ഞു. ഇതിലും ആര് ചേർക്കണം? ക്രിമാഫോർ XL ചേർക്കേണ്ടി വരും. അതിൻ്റെതായ പ്രശ്നങ്ങൾ ഇതിനകത്ത് ഉണ്ടാകും. സോ എവിടെയാണ് യൂസ് ചെയ്യുക? 5-fluorouracilനൊപ്പം അല്ലെങ്കിൽ കപ്പാസിറ്റാബിനൊപ്പം നമ്മൾക്ക് ക്യാൻ ബി യൂസ്ഡ് ഇൻ ബ്രസ്റ്റ് ക്യാൻസർ. അപ്രൂവ്ഡ് ഈസ് ഇൻ ബ്രസ്റ്റ് ക്യാൻസറിലാണ് ഇതൊക്കെ നമുക്ക് ഉപയോഗിക്കാം. ഇനി മൈക്രോട്യൂബ്യൂൾ ഇൻഹിബിഷൻ നമ്മൾ വേറെ സ്ഥലത്ത് പഠിച്ചു എന്ന് നമ്മൾ പറഞ്ഞു. അതെവിടെയായിരുന്നു? ഗ്ലൂക്കോസ് ട്രാൻസ്പോർട്ട് ആണ്. ഗ്ലൂക്കോസ് ട്രാൻസ്പോർട്ട് അതെവിടെയായിരുന്നു? ആൽബൻഡസോൾ അല്ലെ. അപ്പൊ മനുഷ്യരിലല്ല, അത് ഫലിക്കുന്നത് എവിടെയായിരുന്നു? ആൽബൻഡസോൾ, മെബൻഡസോൾ, ട്രിക്ലാബെൻഡസോൾ പോലെ മരുന്നുകൾ നമ്മൾ പഠിച്ചത് ആൻഡ് ഹെൽമെന്തിക്സിലാണ്. സോ അത് ഇതുമായിട്ട് ബന്ധമില്ല എന്ന് കൂടി ഓർക്കുക. പക്ഷേ ദീസ് ആർ ഓൾസോ മൈക്രോട്യൂബ്യൂൾ ഇൻഹിബിറ്റേഴ്സ് ആണ്. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് മൈക്രോട്യൂബ്യൂൾ ഇൻഹിബിറ്റേഴ്സ്. സോ താങ്ക് യു ഫോർ വാച്ചിങ്.